Hello guys, welcome to Market Analysis Video. Today 12 November Tuesday ആണ്. ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ ഇന്ന് 24,000 എന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവൽസ് ഇന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇന്നലെ നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മാർക്കറ്റ് വീണ്ടും ഒരു സെല്ലിംഗ് സൈഡ് പോകാനുള്ള പോസിബിലിറ്റി തന്നെയാണ് കാണുന്നത്. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കാണാത്തവരാണ് കാണുക. അതിന്റെ എന്താ പറയാ തമ്പനയിലും ഞാൻ കൊടുത്തിട്ടുണ്ട് മാർക്കറ്റ് ഇനിയും വീഴാനുള്ള സാധ്യതയുണ്ടെന്ന്. നമ്മൾ അതിനനുസരിച്ച് തന്നെയായിരുന്നു ട്രേഡ് പ്ലാനും പറഞ്ഞിരുന്നത്. സെല്ലിംഗ് സൈഡാണ് നമ്മൾ ട്രേഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രേഡ് പോസിബിലിറ്റി എന്ന് പറഞ്ഞത്. അതുപോലെ നല്ലൊരു സെല്ലിംഗ് മൂവ്മെന്റ് ആണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായത്. സോ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ്, അതായത് ഇപ്പോൾ ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് വെച്ചാൽ FIIയുടെ സെല്ലിംഗ് ആണ്. അവർ ഇന്നും 3,024 ക്രോറിന്റെ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനികളുടെ റിസൾട്ടുകൾ വളരെയധികം മാർക്കറ്റിന്റെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടല്ല വന്നിരുന്നത്. അത് രണ്ടാമത്തെ റീസൺ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 14 മാസത്തിലെ ഏറ്റവും ഹൈയിലേക്കാണ് ഇപ്രാവശ്യത്തെ ആ ഒരു ഇത് വന്നിട്ടുള്ളത്. 6.2% ആണ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ 5.5 ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഈ പ്രാവശ്യം 6.2ലേക്ക് നമ്മൾ ഇൻഫ്ലേഷൻ, അതായത് വിലക്കയറ്റം കൂടിയിട്ടുണ്ട്. ഇതൊക്കെ മാർക്കറ്റ് നന്നായിട്ട് എഫക്ട് ചെയ്യുന്ന വിഷയമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു റിക്കവറി എന്തായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സോ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവൽസിലാണ്. അതായത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഉണ്ടാക്കിയ ഒരു ലോയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നിന്നും ഇനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു 23,500 മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എനിവേ മാർക്കറ്റ് ഒരു ഫുൾ ബാക്ക് തരാനുള്ള പോസിബിലിറ്റിയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് ചെറിയൊരു ഫുൾ ബാക്ക് തന്നിട്ട് മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആകാനുള്ള പോസിബിലിറ്റി തന്നെയാണ് കാണുന്നത്. സോ നമുക്ക് അതിനനുസരിച്ച് മാത്രം ട്രേഡ് നോക്കാം അടുത്ത നാളത്തേക്ക് വേണ്ടിയിട്ട്. ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിൽ 2.2% ഇന്ന് കൂടിയിട്ടുണ്ട്. അതും മാർക്കറ്റിന്റെ സെല്ലിങ്ങിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഓവറോൾ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഇനി നമുക്ക് ചാർട്ടും കൂടി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമായിട്ട്. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ്. ഓക്കെ, നമ്മൾ ഇവിടെ കാണുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ഞാൻ പറഞ്ഞ ഓഗസ്റ്റ് ലോ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു ക്യാൻഡിലാണ് ഓഗസ്റ്റ് ലോയിൽ ഉണ്ടാക്കിയ ഒരു ക്യാൻഡിൽ. സോ മാർക്കറ്റ് കഴിഞ്ഞ ഒരു വട്ടം അത് ഓൾറെഡി ടച്ച് ചെയ്തതാണ്. അവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. സോ ഈ റിവേഴ്സൽ നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഈ റിവേഴ്സിൽ ചിലപ്പം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന്. പക്ഷെ അത് സംഭവിച്ചില്ല. നല്ല സ്ട്രോങ് ക്യാൻഡിൽ തന്നെ ആ ഒരു റിവേഴ്സലിനെ കംപ്ലീറ്റ്ലി ആയിട്ട് റിവേഴ്സ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ലെവലിലേക്ക് തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഇനി ഇവിടെ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ഒന്നെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും ബ്രേക്ക് ചെയ്ത് ഒരു 24,500 പോകാനുള്ള പോസിബിലിറ്റി ആണ്. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെറിയൊരു റീട്രേസ്മെന്റ് തന്നിട്ട് മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആവാനുള്ള രണ്ട് കാര്യമാണ്. എന്തായാലും മാർക്കറ്റ് റിക്കവറി ആവുമെന്നുള്ള പോസിബിലിറ്റി എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്നൊരു റിക്കവറി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒന്ന് ഇവിടെ തന്നെ മാർക്കറ്റ് ഒന്ന് ചെറിയൊരു റീബൗണ്ട് ചെയ്തിട്ട് വീണ്ടും റിവേഴ്സ് ആവും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റിവേഴ്സ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇത് രണ്ടാണ് നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ചാനൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഈ ഒരു ലൈൻ മാർക്കറ്റ് ഒരുപാട് പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ ഒരുപാട് പ്രാവശ്യം സപ്പോർട്ട് എടുത്തു. ഇതിന്റെ അകത്താണ് മാർക്കറ്റ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇനി ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക്, അതായത് 50,300 മാർക്കറ്റിന്റെ അടുത്ത ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടത്തേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ആണ് കാണുന്നത്. സോ അതിനു മുമ്പ് മാർക്കറ്റ് പലപ്പോഴും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ട് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയിട്ട് വീണ്ടും അവിടത്തേക്ക് തന്നെ വന്ന് വീണ്ടും അവിടെ നിന്ന് റിവേഴ്സ് ആയിട്ട് വീണ്ടും പോയി വീണ്ടും റിവേഴ്സ് ആയി വീണ്ടും. സോ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്താൽ തന്നെ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയിട്ട് വീണ്ടും സെൽ ഓഫ് ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവാനാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാനുള്ളത്.
സോ നിഫ്റ്റിയുടെ പോലെ തന്നെയായിരിക്കും ബാങ്ക് നിഫ്റ്റിയും അതേ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് കണ്ടിന്യൂ ആയിട്ട് പോകാനുള്ള സാധ്യത. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രേഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് നല്ലൊരു സെല്ലിങ്ങിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. സോ മാർക്കറ്റ് ഈ ഒരു സെല്ലിങ് കംപ്ലീറ്റ് ആയിട്ട് ഇനിയിപ്പോ നാളെ ഇവിടെ ഓപ്പൺ ചെയ്ത് ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പിലോ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയിട്ട് ഈ ഒരു 23,000 ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു റിവേഴ്സിൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈയിങ് സൈഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതൊരു പോസിബിലിറ്റി ആണ്. ഇനി അതല്ലെങ്കിൽ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡ് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സെല്ലിംഗ് സൈഡ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബൈയിങ് ഒക്കെ കിട്ടി ഒരു ബൈയിങ് ഒക്കെ തന്നിട്ട് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. കാരണം മാർക്കറ്റ് ഓൾറെഡി ബേരിഷ് ആണ്. അപ്പോൾ സെല്ലിംഗ് സൈഡ് ആണ് ഏറ്റവും നല്ലത്. സോ ഇതാണ് നിഫ്റ്റിയിൽ നമുക്ക് നാളത്തെ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് ഇൻ കേസ് മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് അതിന് പോസിബിലിറ്റി കുറവാണ്. കാരണം മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു സെല്ലിംഗ് കഴിഞ്ഞു. നല്ലൊരു ഇതിന് താഴേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഷാർപ്പ് സെല്ലിംഗ് എന്നാണ്. സോ അത് വളരെ പോസിബിലിറ്റി കുറവായിട്ടുള്ള ഒരു കാര്യമാണെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ നോക്കാം. മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു സെല്ലിംഗ് കഴിഞ്ഞു. സോ ഇനി ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഈ 51,000 ഒക്കെ ക്രോസ് ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് ഒരു ഷാർപ്പ് റിവേഴ്സിങ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ക്വിക്ക് ബൈയിങ് അത് ഒന്നുകിൽ അത് ഡേ ഹൈന്റെ അവിടെ വരെ ഒരു ടാർഗറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് പോലത്തെ ഒരു ട്രേഡാണ് ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി അതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു സ്ലോലി ബൈയിങ് സൈഡ് പോവുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു സെല്ലിങ്ങിലേക്ക് വരാനുള്ള ഒരു പോസിബിൾ. അങ്ങനെയാണ് ഇപ്പൊ അധികം മാർക്കറ്റിൽ നമുക്ക് കുറെ പാറ്റേൺ അങ്ങനെയാണ്. മാർക്കറ്റ് ഫസ്റ്റ് ബൈയിങ് തരും, പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു സെല്ലിങ്. ഇപ്പൊ ഇവിടെ കാണുന്നത് ഫസ്റ്റ് നല്ല ഷാർപ്പ് ബൈയിങ് പിന്നെ സെല്ലിംഗ് ആണ്. ഇന്നും നല്ലൊരു ബൈയിങ് തന്നു പിന്നെ സെല്ലിങ്. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ ഇത് രണ്ടാണ് എനിക്ക് അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ എക്സ്പെക്ട് ചെയ്യാനുള്ളത്. എനിവേ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.